സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്തും കോഴിക്കോട് നിന്ന് ദീപക് തരമണവും തത്സമയം ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക്. അജ്മൽ, ഗുഡ് മോർണിംഗ്. ഈ തെക്കൻ ജില്ലകളിൽ പൊതുവെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? തലസ്ഥാന നഗരി മഴയിൽ കുതിർന്ന് അങ്ങനെ നനഞ്ഞു നിൽക്കുകയാണോ? ഇന്നിപ്പോൾ പുലർച്ചെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. എന്നാലും ഇന്നലെ വൈകിട്ടൊക്കെ SKN സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരിയിലാകെ മഴയുടെ ഇടിയും മിന്നലും കോളും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ മഴ ഇനിയും സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് ചൊവ്വാഴ്ച വരെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിലവിലെ മുന്നറിയിപ്പുള്ളത്. അതിലിപ്പോൾ നിലവിൽ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൂടുതലും മധ്യ കേരളത്തിലാണ്. എറണാകുളം, തൃശ്ശൂർ, പിന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൂടാതെ തെക്കൻ ജില്ലകളിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലും ഈ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ആലപ്പുഴ ജില്ലയിൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ മഴ ഈ വേനൽ മഴ ലഭിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക മുന്നറിയിപ്പ് ഒരു പ്രത്യേക ജാഗ്രത വേണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ 5 ജില്ലകളിലും 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ ഇടിമിന്നലിൽ നിന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഈ നദിക്കരയിൽ താമസിക്കുന്നവർ, മഴവെള്ളപ്പാച്ചിൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുമൊക്കെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതിൽ ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ ഈ അടുത്ത ദിവസങ്ങളിൽ, ഇന്നുൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ആ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ആ തീരങ്ങളിൽ ശക്തമായ മഴയ്ക്കും പ്രതികൂലമായ കാലാവസ്ഥയ്ക്കും കാറ്റിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം ഈ പറയുന്ന ലക്ഷദ്വീപ്, കേരള, കർണാടക തീരപ്രദേശങ്ങളിൽ നിരോധിക്കുക കൂടി ചെയ്തിട്ടുണ്ട് SKN നിലവിലെ സാഹചര്യത്തിൽ. ഓക്കെ, താങ്ക് യു അജ്മൽ ദിറാർ. മഴ അത്യാവശ്യം ചിലയിടങ്ങളിലൊക്കെ പെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വടക്കൻ കേരളത്തിലെ കാര്യങ്ങൾ പറയാൻ കോഴിക്കോട് നിന്ന് ദീപക് തരമണം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, മഴ നനഞ്ഞു നിൽക്കുകയല്ലോ? വെരി ഗുഡ് മോർണിംഗ് SKN. SKN ഈ മഴയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വേനൽ ശക്തമാകുന്നതിനിടയിൽ ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് മഴ എത്തിയത്. പക്ഷേ എന്നാൽ ആ മഴ മുന്നറിയിപ്പിലേക്ക്, യെല്ലോ അലേർട്ടിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലബാറിലാണെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ, ഈ 2 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത്. തെക്കൻ കേരളത്തിലും യെല്ലോ അലേർട്ട് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുള്ളത്. കണ്ണൂരും കോഴിക്കോടുമാണ് മലബാറിൽ, വടക്കൻ കേരളത്തിലും യെല്ലോ അലേർട്ട് ഉള്ളത്. മാത്രമല്ല വേനൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ഈ വടക്കൻ കേരളത്തിലെ ഒരു പ്രത്യേകത SKN, പെട്ടെന്ന് മഴ പെയ്യുന്നു, അത് വലിയ ശക്തമായ മഴയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത മേഖലയിലെല്ലാം വെള്ളക്കെട്ടുണ്ടാവുകയാണ്. ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് അതിശക്തമായ മഴയാണ് പെയ്തത്. കുറച്ചു നേരമേ അത് നീണ്ടുള്ളൂ. പക്ഷേ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം അപ്പോൾ ഉണ്ടായി. പക്ഷേ അത് കുറച്ചു നേരം മാത്രം നീണ്ടുകൊണ്ടാണ് പ്രശ്നങ്ങളില്ലാതെ പോയത്. അതുപോലെ മലയോര മേഖലയിലും ഈ പെട്ടെന്നുള്ള മഴ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഇത്രയും ജില്ലകളിൽ, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി മഴ മുന്നറിയിപ്പ്, യെല്ലോ അലേർട്ട് ഉണ്ട് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.